പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ ഒരു മലയാളി ജവാനും കൊല്ലപ്പെട്ടു. വയനാട് ലക്കിടി സ്വദേശി വസന്തകുമാറാണ് കൊല്ലപ്പെട്ടത്. മുജീബ് റഹ്മാൻ കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. മുജീബ്, വിവരങ്ങൾ എന്താണ്? നിഷാദ്, ഇപ്പോൾ വസന്തകുമാറിൻ്റെ വീരമൃത്യു വരിച്ച സൈനികൻ വസന്തകുമാറിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടക്കുന്നു എന്നാണ് നമുക്ക് ADM-ൽ നിന്നും അറിയാൻ സാധിച്ചത്. അതിനുള്ള സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വയനാട് ലക്കിടി കുന്നത്തിടവക വാഴക്കണ്ടി വീട്ടിൽ VV വസന്തകുമാറാണ് മരിച്ചത്. ഇന്ന് പുലർച്ചയോടുകൂടി അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അല്ലെങ്കിൽ വീരമൃത്യുവിൻ്റെ വാർത്ത വീട്ടിൽ അറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൂടുതൽ ആളുകൾ, പ്രദേശവാസികളും ജനപ്രതിനിധികളും അതുപോലെ തന്നെ സൗഹൃദ വലയത്തിലുള്ള ആളുകളുമെല്ലാം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ നാട്ടിൽ സംസ്കരിക്കും. അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം വളരെ ഹീനവും ക്രൂരവുമായ ഒരു ഭീകരാക്രമണമാണ് നടന്നിരിക്കുന്നത്. ഒട്ടേറെ സൈനികരുടെ ജീവത്യാഗം സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടേറെ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നതിന് കൊണ്ട് തന്നെ വലിയ ഒരു പ്രൊസീജിയേഴ്സ് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എപ്പോഴും അദ്ദേഹം എത്തിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം നൽകാൻ സാധിക്കുന്നില്ല. അതേസമയം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ ഈ കുന്നത്തിടവകയിലെ ലക്കിടിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ലക്കിടിയിലെ ഗവൺമെൻറ് LP സ്കൂളിൽ ഈ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കും. പിന്നീട് തൃക്കൈപ്പറ്റയിലെ തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെയായിരിക്കും സംസ്കരിക്കുക എന്ന ഒരു വിവരവും സൂചനയുമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഇന്ന് പുലർച്ചയോട് കൂടിയാണ് ഈ വീട്ടുകാർക്ക് VV വസന്തകുമാറിൻ്റെ വീട്ടുകാർക്ക് ഇത് സംബന്ധമായ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും ഒരു വ്യക്തതയും കൈവന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ വാർത്ത പുറത്തു വന്നിരുന്നുവെങ്കിലും ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് ഈ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് നാട്ടുകാർ ഇപ്പോൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെയാണ് ജനപ്രതിനിധികൾ ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രദേശവാസികളും അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിൽപ്പെട്ട ആളുകളും ബന്ധുക്കളുമെല്ലാം വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സൈനികൻ്റെ വീരമൃത്യുവിൽ അദ്ദേഹത്തിൻ്റെ അനുശോചനം അറിയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടുകൂടി മറവ് ചെയ്യാനുള്ള സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജില്ലാ ഭരണകൂടമാണ് ഇത് സംബന്ധമായ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നാം അറിയുന്നത്. ഏതായിരുന്നാലും ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വയനാട്ടിൽ എത്തിച്ചേരും എന്നാണ് നാം അറിയുന്നത്.